എല്ലാവർക്കും നമസ്കാരം. വിളഞ്ഞു നടക്കുന്ന ഗോതമ്പ് പാടം എന്താ രസം എന്ന് നോക്കി കുടിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സൈഡിൽ മുഴുവൻ കാണുന്നത് തെങ്ങുംതോപ്പാണ്. മനോഹരമായ തെങ്ങുംതോപ്പിന് നടുവിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അതേ പശ്ചാത്തലം, വീടുകളാണേലും ചെരിവുള്ള വീടുകൾ, പക്ഷേ ഇവിടെ തേക്കാത്ത വീടുകളാണ്, നിറയെ തെങ്ങുംതോപ്പാണ്. വളരെ മനോഹരമായ ഒരു കൃഷിഭൂമിയിലൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ തേങ്ങയാണ് കേട്ടോ. കരിക്ക് വണ്ടി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. പോർബന്ദർ, നമ്മളിപ്പോൾ സോമനാഥിൽ നിന്നാണ് വരുന്നത്. സോമനാഥിലൊക്കെ കരിക്കിൻ്റെ കളിയാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു പേര് തന്നെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തെ കുഞ്ഞിതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സൈക്കിൾ ആകപ്പാടെ ഒരു ഏശാഘോഷയായിപ്പോയി. ഇനിയിപ്പം ഒന്ന് ശരിയാക്കി എടുക്കണം. അതിന് നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം. എല്ലായിടത്തും ധൃതിയാണ്. 2-3 വർക്ക്ഷോപ്പ് ചോദിച്ചായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലെ വരാൻ ലേറ്റായത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, കുഞ്ഞിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോഴത്തെ നമ്മൾ വന്ന വഴിയിൽ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇത് തന്നെ, കരിക്ക്. അപ്പം വെള്ളമുള്ള കരിക്കാണിത്. അതിന് 40 രൂപയാണ്. പിന്നത്തെ ഈ മുകളിലിരിക്കുന്നത് കഴിക്കാനുള്ള, ഇതിൻ്റെ അകത്ത് നിന്ന് കാമ്പ് കിട്ടും. അതിന് 50 രൂപയാണ്. അപ്പോൾ ഞാൻ കഴിക്കാനുള്ളതിൻ്റെ കാമ്പുള്ളതിൻ്റെ ഒരു കരിക്ക് കുടിച്ചു. പിന്നെ ഇവിടെ ഈ നമ്മുടെ വാളയന്തോളം പഴമുണ്ട് കേട്ടോ. പാളയന്തോടം പഴമാണ്. പാളയന്തോടം പഴത്തിന് 15 എണ്ണത്തിന് 100 രൂപയാണ് വില. അപ്പോൾ ഞാനത് ആദ്യം വാങ്ങിക്കാമെന്ന് ഓർത്തിരുന്നതാണ്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പതിയെ യാത്ര മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞിതേ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. ചൂടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പതിയെ ചവിട്ടി പോവുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.